ഇതാണ് ഞാൻ, ഇതെൻ്റെ ഏട്ടൻ, ഇത് ഞങ്ങളുടെ അമ്മ. ഞങ്ങളുടെ ചെറുപ്പകാലം തൊട്ട് ഞങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നൽകിയത് അമ്മയാണ്. നമുക്ക് അമ്മയുടെ കുട്ടിക്കാലത്തെ പറ്റി അമ്മയോട് തന്നെ ചോദിച്ചാലോ? ഇതാണ് എൻ്റെ അമ്മ. അമ്മ അഡ്വക്കേറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന പോലെ ഒരു നഗരത്തിലല്ല ഞാൻ വളർന്നത്, ഒരു ഗ്രാമത്തിലായിരുന്നു എൻ്റെ കുട്ടിക്കാലം. നിന്റെ പ്രായത്തിൽ എനിക്ക് ഡാൻസ് ചെയ്യാനും കഥ പറയാനും എഴുതാനും ഒക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ അതെല്ലാം എപ്പോഴോ നിന്നുപോയി. പഠനത്തിലായി ശ്രദ്ധ, പിന്നെ ജോലി, വിവാഹം, കുടുംബം, അങ്ങനെ തിരക്ക് കൂടിക്കൂടി വന്നു. അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ലഭിക്കാതിരുന്ന ഒരുപാട് അറിവുകളും അവസരങ്ങളും ഇന്നത്തെ കാലത്ത് നിങ്ങൾ പെൺകുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അത് ശരിയാ. ഇപ്പൊ ഇന്നത്തെ കാലത്ത് എന്നെ പോലുള്ള കുട്ടികൾക്കൊക്കെ കഴിവ് പ്രകടിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ അഭിപ്രായം തുറന്നു പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം, ധൈര്യം, അതൊക്കെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഉണ്ടല്ലോ. പണ്ട് അമ്മ പറയില്ലേ, നിങ്ങൾ പാടത്തൊക്കെ പോയി ഓടിക്കളിക്കും, കുളത്തില് നീന്തും, പിന്നെ മരത്തിലൊക്കെ കയറി മാങ്ങ പറിക്കുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അതൊന്നും ഇപ്പൊ ഞങ്ങൾക്കൊന്നും പറ്റണില്ലല്ലോ. ഗ്രാമത്തിൽ നിന്ന് സിറ്റിയിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വീടിന് പുറത്തേക്ക് മാത്രമല്ല, രാജ്യത്തിന് പുറത്തു പോയി വിദ്യാഭ്യാസം നേടാനും ജോലി നേടാനും ഉള്ള അറിവും ആത്മവിശ്വാസവും ഒക്കെ ഇന്നത്തെ പെൺകുട്ടികൾ നേടിയിട്ടുണ്ട്. പക്ഷെ അമ്മ ഇന്നത്തെ പത്രം കണ്ടോ? സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരെ. ഇതെങ്ങനെ തടയാൻ പറ്റും? സ്ത്രീകൾ ദുർബലരാണ് എന്നുള്ള സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. നിങ്ങളെപ്പോലെ മിടുക്കികളായ പെൺകുട്ടികൾ അത് മാറ്റിക്കൊടുക്കണം. അതിനായി നിങ്ങൾ പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസവും തൊഴിലും നേടി സ്വയം പര്യാപ്തരാകണം. ഒപ്പം നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ നല്ല ശക്തമാവുകയും വേണം. പെൺകുട്ടികളെ കാത്തിരിക്കുന്നത് ആത്മവിശ്വാസത്തിന്റെ, സ്വയം പര്യാപ്തതയുടെ തിളക്കമുള്ള ഭാവിയാണ്. ആ പുതുയുഗത്തിലേക്ക് നമുക്ക് ഒന്നിച്ചു മുന്നേറാം.